ഇദ്ദേഹത്തിന് വാസ്കുലാർ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു മറവി രോഗമാണ്. അതായത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ അടയുന്നത് മൂലം ഉണ്ടാകുന്നൊരു മറവിയാണ്. തലച്ചോറിലെ വലിയ രക്തക്കുഴലുകൾ അടയുമ്പോഴാണ് പക്ഷാഘാതം, സ്ട്രോക്ക്, ഒരു സൈഡ് തളർന്നു പോകുന്നു, ചുണ്ടുകൂടി പോകുന്നു. തലച്ചോറിലേക്കുള്ള ചെറിയ രക്തക്കുഴലുകൾ അടയുമ്പോഴാണ് ഈ ഓർമ്മയുടെ മേഖലകളിലേക്കുള്ള രക്തഓട്ടമൊക്കെ തടസ്സപ്പെട്ട് മറവി വരുന്നത്. അപ്പോൾ ഇത് അൽസൈമേഴ്സ് പോലെയുള്ള മറ്റൊരു തരം മറവി രോഗം തന്നെയാണ്. പക്ഷേ അൽസൈമേഴ്സ് പോലെയുള്ള മറവി രോഗങ്ങൾ സാവധാനമാണ് വഷളായി വരുന്നതെങ്കിൽ ഈ വാസ്കുലാർ ഡിമെൻഷ്യ പെട്ടെന്ന് കയറി വഷളായി കളയും. അത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ രോഗലക്ഷണങ്ങൾ തീവ്രമാകും, കാര്യങ്ങൾ മറന്നു തുടങ്ങും. പലപ്പോഴും ഈ മറവിയോടൊപ്പം അമിതമായ സംസാരവും ഉണ്ടാവും. അപ്പോൾ ഈ അമിത സംസാരം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വളരെ മാന്യമായി വളരെ കുറച്ച് മാത്രം സംസാരിച്ചിരുന്നൊരു വ്യക്തി പരിചയമില്ലാത്ത ആൾക്കാരെ പോലും കാണുമ്പോൾ കയറി സംസാരിക്കും. ചിലപ്പോൾ പ്രാർത്ഥനകൾ ഉറക്കെ ചൊല്ലും, ഭക്തിഗാനങ്ങൾ പാടും. ഇതൊന്നും ഇദ്ദേഹം പണ്ട് നേരത്തെ ചെയ്തിരുന്ന ഒരു കാര്യമേ അല്ല, ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുകയാണ്. പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മറ്റ് വശങ്ങളും മാഞ്ഞു തുടങ്ങും. സ്ഥിരമായി ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേര് കിട്ടാതെ വരും. അനോമിയ എന്ന് പറയും. ഇപ്പോൾ കണ്ണട, ഈ കണ്ണട എവിടെയോ കൊണ്ട് വെച്ചു, അത് തിരക്കി നടക്കുകയാണ്. ബന്ധുക്കൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് തിരയുന്നു, പറയൂ, ഞങ്ങളും കൂടെ സഹായിക്കാം. മറുപടിയില്ല. ബന്ധുക്കൾ വിചാരിക്കുക അവരെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് മറുപടി പറയാത്തതെന്ന്. അതുകൊണ്ടല്ല, ഈ കണ്ണട എന്ന വാക്ക് മനസ്സിലോട്ട് വരുന്നില്ല. അത് കണ്ടാലറിയാം, അത് എടുത്താൽ അത് ഉപയോഗിക്കാനും അറിയാം, പക്ഷേ ആ വാക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ ഈ മറവിയുടെ ആദ്യ ലക്ഷണങ്ങളായിരിക്കും. ഈ ഘട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ ചില ഇടപെടലുകൾ നടത്തിയാൽ ഇത് വഷളാകുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. മറവി രോഗങ്ങളെ പരിപൂർണമായി ഭേദപ്പെടുത്താൻ സാധ്യമല്ല, പക്ഷേ ഒരു 10-15 വർഷത്തോളം അത് വഷളാകാതെ മരുന്നുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റും.